ഹായ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ +1 കെമിസ്ട്രി ചാപ്റ്റർ 3യുടെ 2022-2021 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 23, 24, 25 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്ടോബർ 2022 അറ്റോമിക് റേഡിയസ് ഡിക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ്. അക്കൗണ്ട് ഫോർ ഫോളോയിങ്. ദെൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. ഈ ഒരു ക്വസ്റ്റിന് ഒന്നിടവിട്ട വർഷങ്ങളിൽ എങ്കിലും ഉറപ്പായിട്ടും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെഫ്റ്റ് ടു റൈറ്റ് ഒരു പീരീഡിൽ അറ്റോമിക് റേഡിയസ് കുറയാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, ഒരു പീരീഡിൽ എല്ലാ ഇലക്ട്രോൺസും സെയിം ഷെല്ല് അല്ലെങ്കിൽ ആ ആറ്റംസിന് ഫുൾ സെയിം ഷെല്ലായിരിക്കും. സെക്കൻഡ് പീരീഡ് ആണെങ്കിൽ 2 ഷെല്ലായിരിക്കും ആ ആറ്റംസിന് ഫുൾ ഉള്ളത്. ഇപ്പോൾ ഷെല്ലിൻ്റെ എണ്ണത്തിന് വ്യത്യാസം വരുന്നില്ല, പക്ഷേ അവയുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം അവയുടെ അറ്റോമിക് നമ്പർ കൂടുന്നുണ്ട്, പ്രോട്ടോണിന്റെ എണ്ണം കൂടുന്നുണ്ട്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും കൂടുന്നുണ്ട്. പക്ഷേ ആറ്റത്തിന്റെ സൈസ് അല്ലെങ്കിൽ ഷെല്ലിന് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസിനെ ആറ്റം കൂടുതൽ അട്രാക്ട് ചെയ്ത് പിടിക്കും. അതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയോഡിക് ടേബിൾ കുറയും. ദെൻ from left to right in a period, number of shells remains same, but nuclear charge increases 1 by 1. So atomic radius decreases. നെക്സ്റ്റ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ എന്തുകൊണ്ടാണ് ക്ലോറിനേക്കാളും ലെസ് നെഗറ്റീവ് ആവുന്നത്? നമുക്കറിയാം, ഒരു ഗ്രൂപ്പിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഗ്രൂപ്പിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഇലക്ട്രോൺ ഇവയുടെ ആറ്റത്തിന്റെ സൈസ് കൂടുന്നു, അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ആറ്റത്തിന് കുറയുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയുന്നു. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ആറ്റത്തിൽ ഉണ്ടാവുന്ന ആ ഒരു എൻതാൽപ്പി ചേഞ്ച് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഒരു ഗ്രൂപ്പിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം അത് കുറയാണ് ചെയ്യുന്നത്. പക്ഷേ ഫ്ലൂറിനെ ക്ലോറിനെ കേസ് വരുമ്പോൾ ഫ്ലൂറിൻ 2 ഷെല്ലുകൾ മാത്രമേ ഉള്ളൂ. ക്ലോറിന്റെ കേസ് വരുമ്പോൾ 3 ഷെല്ലുണ്ട് അല്ലേ? ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം, 1:2:2 2p5 ആണ് ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് 2 ഷെല്ലേ ഫ്ലൂറിനിലുള്ളൂ, ക്ലോറിനിൽ 3 ഷെല്ലുണ്ട്. അപ്പോൾ ഈ 2 ഷെല്ലുള്ള ഫ്ലൂറിനിലേക്ക് വീണ്ടും ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ക്ലോറിനിൽ ആ ഇലക്ട്രോണിക് റിപ്പൽഷൻ കുറവാണ്, കാരണം 3 ഷെല്ലുകൾ ഉള്ളതുകൊണ്ട്. സോ ഫ്ലൂറിനെ ക്ലോറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താഴേക്ക് വരുമ്പോൾ ഗ്രൂപ്പിൽ ഈ നമ്മുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയാണ് ചെയ്യേണ്ടതെങ്കിലും ഫ്ലൂറിനും ക്ലോറിനും ഒരു എക്സെപ്ഷൻ ആണ്. ഫ്ലൂറിൻ സൈസ് കുറവായതുകൊണ്ടും ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതലായതുകൊണ്ടും ക്ലോറിനാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ. അതുപോലെ തന്നെയാണ് ഓക്സിജൻ സൾഫറിലും ആ ട്രെൻഡിന് വ്യത്യാസമുണ്ട്. സൾഫറിനാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് fluorine is less negative than chlorine because when an electron is added to fluorine, it enters into smaller second shell. Due to smaller size, electron suffers more repulsion from other electrons. ക്ലോറിന്റെ കേസിൽ ഇൻകമിംഗ് ഇലക്ട്രോൺ ലാർജർ തേർഡ് ഷെല്ലിലേക്ക് പോകുന്നത് ഇലക്ട്രോണിക് റിപ്പൽഷൻ ലോ ആയിരിക്കും. IUPAC നെയിം ഓഫ് ആൻ എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 104. അണ്ണിൽ ക്വാഡിയം ആണ്. ഈ ക്വാഡ് എന്നാണ് 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. IUM-ഉം അണ്ണിലും ഈ 10ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ റുദർഫോർഡിയം. ഓക്കെ, അടുത്തത് വിച്ച് എമംഗ് ഫോളോയിങ് ഈസ് ഐസോ ഇലക്ട്രോണിക് വിത്ത് O2-. അപ്പോൾ O2- എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 8 ആണ്. 2- എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യണം. സോ 8 + 2 10 ആണ് അതിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം. സെയിം ഇലക്ട്രോൺ നമ്പർ ഉള്ള ഏതൊക്കെ ആറ്റംസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ് നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം 11. കാൽഷ്യം 2+, കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. 2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ കൂടി കുറഞ്ഞിട്ട് 18 ആവും. F-, ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. F- എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്ത് 9 + 1 10 ആണ്. ഇനി മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ ഏതാണ് ഉത്തരം? F- ആണ് ഇതിന്റെ ഉത്തരം. ഇനി മോഡേൺ പീരിയോഡിക്കിലോ സ്റ്റേറ്റ് ചെയ്യുക. ദെൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഏതാണ്? ദെൻ നെയിം എ സ്പീഷീസ് ദാറ്റ് വിൽ ബി ഐസോ ഇലക്ട്രോണിക് വിത്ത് നിയോൺ ആറ്റം. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ മോഡേൺ പീരിയോഡിക്കിലോ എന്താ പറയുന്നത്? പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ആണ് നമ്മുടെ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസിനെ ഡിസ്കവർ ചെയ്യുന്നതെന്നാണ് മോഡേൺ പീരിയോഡിക്കിലോ പറയുന്നത്. മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഏതാണ്? ഫ്ലൂറിൻ ആണെന്ന് നമുക്കറിയാം. ഇനി നിയോണുമായിട്ട് ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിയോണിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 10 ആണ് അല്ലേ? അപ്പോൾ നിയോണുമായിട്ട് ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ളത് F-, എഫിന്റെ ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. F- എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോണും കൂടി കൂടിയിട്ട് എത്രയാവും? 10 ആവും. ഇനി ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്.
അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണവും 18 ആണ്. ഇനി O2 മൈനസ്, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്, രണ്ടും കൂടി 10. എണ്ണയുടെ അറ്റോമിക് നമ്പർ 11 ആണ്, പ്രത്യേകിച്ച് പ്ലസും മൈനസും ഒന്നുമില്ല. സോ ഏതൊക്കെയാണ് നിയോണുമായിട്ട് ഐസോ ഇലക്ട്രോണിക് ആയിട്ടുള്ളത്? O2 മൈനസും F മൈനസും. അടുത്തത് മാർച്ച് 2022ന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. നെയിം എനി വൺ സ്കെയിൽ ടു എക്സ്പ്രസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എലമെന്റ്സ് വിച്ച് ഇസ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഇൻ പീരിയോഡിക് ടേബിൾ. കണ്ടോ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ ടെൻഡൻസിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഏത് സ്കെയിലാണ്? പോളിംഗ് സ്കെയിലാണ് നമ്മൾ ജനറലി യൂസ് ചെയ്യാറ്. ഇനി ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഇൻ പീരിയോഡിക് ടേബിൾ ഏതാണ്? ഫ്ലൂറിൻ ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ഫോളോയിങ് റെപ്രസെന്റ് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗ്രൂപ്പ് 15 എലമെന്റ്. ഇത് പല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഗ്രൂപ്പ് 15 എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഓക്കെ, ഇതിൽ ഏതായിരിക്കും? ഇത് NS2 ആണ്. ഗ്രൂപ്പ് 15 എലമെന്റ് എന്ന് പറയുമ്പോൾ പി ബ്ലോക്ക് എലമെന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഇത് വരില്ല. ദെൻ NS2 NP3 ഉണ്ട്, NS2 NP4 ഉണ്ട്, NS2 NP6 ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഈ ഔട്ടർ ഇലക്ട്രോൺസിന്റെ, ഇപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിൽ അവയുടെ ഔട്ടർ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ ഇത് 3ഉം 2ഉം 5 ആണ് വരുന്നത്. അതിൻ്റെ കൂടെ ഇത് NS2 NP4 ഔട്ടർ ഇലക്ട്രോൺസിന്റെ എണ്ണം 6 ആണ് വരുന്നത്. ഇവിടെ NS2 NP6, അപ്പോൾ ഔട്ടർ ഇലക്ട്രോൺസിന്റെ എണ്ണം 8 ആണ് വരുന്നത്. ഇതിൻ്റെ കൂടെ 10ഉം കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഗ്രൂപ്പിന്റെ എണ്ണം. ഇതിൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ 15, ഇവിടെ 16 ഗ്രൂപ്പ്, ഇത് 18ാം ഗ്രൂപ്പ്. അപ്പോൾ ഏതാണ് വരുന്നത്? NS2 NP3 ആയിരിക്കും വരുന്നത്. Then explain variation of atomic radii of elements as we move from top to bottom in a group in periodic table. എന്തുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിൽ മേലിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അറ്റോമിക് റേഡിയസിന് ഉണ്ടാകുന്ന വ്യത്യാസം? ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് അറ്റോമിക് റേഡിയസ് എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒരു ഗ്രൂപ്പിൽ മേലിൽ നിന്ന് താഴേക്ക് വരുന്നതോറും അറ്റോമിക് റേഡിയസിന് എന്താ സംഭവിക്കുക? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ഹൈഡ്രജനിൽ ഒരു ഷെല്ലേ ഉള്ളൂ, ലിഥിയത്തിൽ വരുമ്പോൾ അത് 2 ഷെല്ലായി, സോഡിയത്തിൽ 3 ഷെല്ലായി. ഷെല്ലിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു, അറ്റോമിക് റേഡിയസും കൂടുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്നതോറും ഷെല്ലിന്റെ എണ്ണം കൂടുന്നത് കൊണ്ട് അറ്റോമിക് റേഡിയസും കൂടുന്നു. Okay, from top to bottom in a group, atomic radius increases. This is due to increase in number of shells and shielding effect. Shielding effect അതിനൊരു കാരണമാണ്. എന്താണ് ഷീൽഡിംഗ് എഫക്റ്റ്? ഒരു ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോൺസിനെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റിൽ നിന്ന് അകത്തുള്ള നമ്മുടെ ഇന്നർ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ ആ ഒരു എഫക്റ്റ് പുറത്തെ ഇലക്ട്രോൺസിന് കിട്ടാതെ ഷീൽഡ് ചെയ്യുക, അല്ലെ തടയുന്ന ആ ഒരു കാര്യമാണ് ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇന്നർ ഇലക്ട്രോൺസ് ഷീൽഡ് ചെയ്ത് നിർത്തുമ്പോൾ പുറത്തെ ഇലക്ട്രോൺസിന് ആ ഒരു എഫക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ സൈസ് കൂടുതലായിരിക്കും, കൂടുതൽ അട്രാക്ട് ചെയ്ത് പിടിക്കാൻ ന്യൂക്ലിയസിന് പറ്റാത്തതുകൊണ്ട്. അടുത്തത് ഡിസംബർ 2021 സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഗീവ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. മോഡേൺ പീരിയോഡിക് ലോ എന്താ പറയുന്നത്? പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദ അറ്റോമിക് നമ്പർ. ദെൻ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? അവയെല്ലാം മെറ്റൽസ് ആണ്. ദെൻ അക്വ സൊല്യൂഷനിൽ അവയെല്ലാം കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും ബാലൻസീസും കാണിക്കുന്നുണ്ട്. ട്രാൻസിഷൻ എലമെന്റ്സ് പറയുന്ന ഏതാണ്? നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലേ? ഗ്രൂപ്പ് 3 to 12 വരുന്ന ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവയുടെ പ്രത്യേകതകളാണ് മെറ്റൽസ് ആണ്, അക്വ സൊല്യൂഷനിൽ കളർ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ ബാലൻസിയും ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്. അടുത്തത് ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ദെൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് മോർ നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്? ഹീറ്റ് ചേഞ്ച് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. മിക്കവാറും എനർജി റിലീസ് ചെയ്യായതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുമ്പോൾ അതിന്റെ വാല്യൂ മോർ നെഗറ്റീവ് ആവും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ലെസ് നെഗറ്റീവ് ആവും. ഇനി ക്ലോറിന്റെയും കേസ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഫ്ലൂറിനിൽ 2 ഷെല്ലുകളെ ഉള്ളൂ. ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ടാവുന്നു. ക്ലോറിന്റെ കേസിൽ 3 ഷെല്ലുണ്ട്, അതുകൊണ്ട് അത്ര റിപ്പൽഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ജനറൽ ട്രെൻഡിൽ ഫ്ലൂറിൻ ആയിരുന്നു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ വരേണ്ടതെങ്കിലും ഈ ഒരു റിപ്പൽഷൻ കാരണം ക്ലോറിനാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ. Then March 2021 depending upon type of atomic orbital being filled with electrons, elements are classified into 4 blocks. Name these 4 blocks of elements. ഏതൊക്കെയാണ്? S block, P block, D block, F block നമുക്കറിയാം. Then state modern periodic law of elements. എന്താണ്? Properties of elements are periodic functions of their atomic number. Then
അക്കൗണ്ട് ഫോർ ഫോളോയിങ്. അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. എന്താണ് കാരണം? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, അതുകൊണ്ട് അറ്റോമിക് റേഡിയസും കൂടുന്നു. അതുപോലെ തന്നെ ഷീൽഡിംഗ് എഫക്റ്റും ഇതിനൊരു കാരണമാണ്. ദെൻ ഈ ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2021 2022 +1 കെമിസ്ട്രി ചാപ്റ്റർ 3 നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ അറിയാം, റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഭാഗങ്ങളെ ആദ്യം പഠിച്ചിട്ട് ബാക്കി പഠിച്ചാൽ മതി. ഓക്കെ.